തോട്ടം തൊഴിലാളികൾക്കായി ജീവിതം സമർപ്പിച്ച നേതാവായിരുന്നു വാഴൂർ സോമൻ. കോട്ടയം ജില്ലയിലെ വാഴൂരിൽ നിന്ന് പീരുമേട്ടിൽ എത്തിയ അദ്ദേഹം 5 പതിറ്റാണ്ടോളം തൊഴിലാളികൾക്കിടയിൽ അവരിൽ ഒരാളായി പ്രവർത്തിച്ചു. രാഷ്ട്രീയത്തിന് അതീതമായി നിലപാടുകൾ സ്വീകരിച്ച നേതാവായിരുന്നു വാഴൂർ സോമൻ. AISF-ലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്നത്. കോട്ടയം ജില്ലയിലെ വാഴൂറാണ് ജന്മനാടെങ്കിലും പ്രവർത്തന മേഖല ഇടുക്കിയിലെ പീരുമേടായി. 1977 മുതൽ ഹൈറേഞ്ച് എസ്റ്റേറ്റ് ലേബർ യൂണിയൻ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. 3 തവണ പീരുമേട് MLA ആയിരുന്ന ES ബിജിമോളെ തിരഞ്ഞെടുപ്പിൽ നിന്ന് CPI മാറ്റി നിർത്തിയപ്പോൾ പകരം പരിഗണിച്ചത് വാഴൂർ സോമനെയായിരുന്നു. CPIയിൽ നിന്ന് അച്ചടക്ക നടപടി നേരിട്ട കാലത്തായിരുന്നു AITUC നേതൃത്വത്തിന്റെ പിന്തുണയോടെ വാഴൂർ സോമൻ പീരുമേട്ടിൽ ഇടതു സ്ഥാനാർത്ഥിയായി മത്സരത്തിന് ഇറങ്ങിയത്. കോൺഗ്രസിലെ സിറിയക് തോമസിനെ 1835 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം പരാജയപ്പെടുത്തി. 2005 ജില്ലാ പഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട വാഴൂർ സോമൻ 2016 സംസ്ഥാന വെയർഹൌസിംഗ് കോർപ്പറേഷന്റെ ചെയർമാനായും പ്രവർത്തിച്ചു. തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള അവകാശ പോരാട്ടത്തിൽ പലതവണ പോലീസ് മർദ്ദനത്തിന് ഇരയായി. 2000 പീരുമേട്ടിൽ തേയിലത്തോട്ടം പ്രതിസന്ധി രൂക്ഷമായപ്പോൾ തിരുവനന്തപുരത്തേക്ക് നടത്തിയ പട്ടിണി മാർച്ചിന് മറ്റു ട്രേഡ് യൂണിയനുകളുമായി ചേർന്ന് നേതൃത്വം നൽകി. MLA ആയ ശേഷവും ജീപ്പിൽ സഞ്ചരിക്കുന്ന വാഴൂർ സോമൻ മറ്റ് ജനപ്രതിനിധികളിൽ നിന്ന് വേറിട്ടു നിന്നു. കർഷകരുടെയും തോട്ടം തൊഴിലാളികളുടെയും പ്രശ്നങ്ങളിൽ രാഷ്ട്രീയം നോക്കാതെ അദ്ദേഹം നിലപാടെടുത്തു. പീരുമേട്ടിൽ വന്യജീവി ആക്രമണം രൂക്ഷമായപ്പോൾ വനം വകുപ്പ് മന്ത്രിക്കെതിരെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും രൂക്ഷമായ ഭാഷയിലാണ് വാഴൂർ സോമൻ പ്രതികരിച്ചത്. തോട്ടം തൊഴിലാളികളെ ഹൃദയത്തോട് ചേർത്തു പിടിച്ച നേതാവ്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം പോരാടിയ സമരനായകൻ. വാഴൂർ സോമന്റെ ലളിതമായ ജീവിതവും തൊഴിലാളികളോടുള്ള അർപ്പണബോധവും കേരള രാഷ്ട്രീയത്തിൽ എന്നും ഓർമ്മിക്കപ്പെടും. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.